രണ്ടാം ക്ലാസ് അറബിക്കിലെ 81-ാമത്തെ പേജ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അൽ ഹുറൂഫുൽ ഖമരിയയെക്കുറിച്ചും അൽ ഹുറൂഫ് ഷംസിയയെക്കുറിച്ചുമാണ്. ഒരു അക്ഷരത്തിൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്ന് ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ, ആ വാക്ക് പറയുമ്പോൾ അലിഫ്ലാമിലെ ലാം ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ ആ അക്ഷരം അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. ഇനി ലാം ഉച്ചരിക്കുന്നില്ല എങ്കിൽ ആ അക്ഷരം അൽ ഹുറൂഫ് ഷംസിയയിൽപ്പെട്ടതാണ്. ഇവിടെ അൽ ഗുസ്നു അരിജിലു എന്ന് കാണാം അല്ലേ. അൽ ഗുസ്നു എന്നതിലെ ഗൈന് അലിഫ്ലാമിൻ്റെ ശേഷം ഉച്ചരിക്കുമ്പോൾ അലിഫ്ലാമിലെ ലാം ഉച്ചരിക്കുന്നുണ്ട്. അൽ ഗുസ്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗൈന് അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. ഇനി അരിജിലു എന്ന് പറയുമ്പോഴോ റായിന് മുമ്പ് അലിഫ്ലാം വന്നപ്പോൾ അലിഫ്ലാമിലെ ലാം നമ്മൾ ഉച്ചരിക്കുന്നില്ല, അരിജിലു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റാ ഹുറൂഫു ഷംസിയയിൽപ്പെട്ടതാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ നമുക്ക് അലിഫ്ലാം ചേർത്തുകൊണ്ട് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ അക്ഷരങ്ങളാണ് അൽ ഹുറൂഫ് ഷംസിയ, ഏതൊക്കെ അക്ഷരങ്ങളാണ് അൽ ഹുറൂഫുൽ ഖമരിയ എന്ന്. ഒന്നാമത്തെ വാക്ക് ഫറാശത്തുൻ. ഫറാശത്തിൻ്റെ കൂടെ അലിഫ്ലാം ചേർത്ത് വായിച്ചു നോക്കൂ. അൽ ഫറാശത്തു, അൽ ഫറാശത്തു എന്നാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ഫാ എന്താണ്? അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. കാരണം ഫാഇൻ്റെ മുമ്പ് അലിഫ്ലാം വന്നപ്പോൾ അൽ എന്ന് നമ്മൾ ഉച്ചരിച്ചു, അലിഫ്ലാമിലെ ലാം ഇൽ എന്ന് നമ്മൾ ഉച്ചരിച്ചു. അതുകൊണ്ട് ഫാ അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. പിന്നെ അർ രീശത്തു, രീശത്ത് എന്നാണുള്ളത് അല്ലേ. രീശത്തിൻ്റെ കൂടെ അലിഫ്ലാം വെച്ചാൽ അർ രീശത്തു എന്നാണ് പറയുക. അർ രീശത്തു എന്ന് പറയുമ്പോൾ അലിഫ്ലാമിലെ ലാം നമ്മൾ ഉച്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് റാ എന്തിൽപ്പെട്ടതാണ്? അൽ ഹുറൂഫ് ഷംസിയയിൽപ്പെട്ടതാണ്. അടുത്ത വാക്ക് സാഅത്തുൻ. വായിച്ചു നോക്കൂ അലിഫ്ലാം ചേർത്തുകൊണ്ട്. അസ്സാഅത്തു എന്നാണ് വായിക്കുക. സീനിൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്നപ്പോൾ അലിഫ്ലാമിലെ ലാം ഉച്ചരിക്കാതെയാണ് പറയുന്നത് അല്ലേ. അസ്സായത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സീന് അൽ ഹുറൂഫ് ഷംസിയയിൽപ്പെട്ടതാണ്. അടുത്ത വാക്ക് കിതാബുൻ. വായിക്കൂ. അൽ കിതാബു. അലിഫ്ലാമിലെ ലാം ഉച്ചരിച്ചു. അതുകൊണ്ട് കാഫ് ഖമരിയയിൽപ്പെട്ടതാണ്. ഇനി ഷംസ്. അഷംസു. ഷംസ് ഷീന് ഷംസിയയിൽപ്പെട്ടതാണ്. ഇനി കലമ്. അൽ കലമു അല്ലേ. അൽ കലമു. അപ്പോൾ ഖാഫ് ഖമരിയയിൽപ്പെട്ടതാണ്. ദാല് എങ്ങനെ വായിക്കും അലിഫ്ലാം ചേർത്താൽ? അദ്ദീക്കു. ലാം ഉച്ചരിക്കുന്നില്ല. അപ്പോൾ ദാല് ഷംസിയയിൽപ്പെട്ടതാണ്. ഇനി വാവുള്ള വലത്. അൽ വലതു എന്നാണ് വായിക്കുക. ലാം ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ വാവ് ഖമരിയയിൽപ്പെട്ടതാണ്. ഇനി താ വായിക്കാം. അത്തുഫാഹു എന്നാണ് വായിക്കുക. അപ്പോൾ ലാം ഉച്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് താ ഷംസിയയിൽപ്പെട്ടതാണ്. റാ റുമ്മാനുൻ. അലിഫ്ലാം ചേർത്താൽ അർ റുമ്മാനു. അലിഫ്ലാമിലെ ലാം ഉച്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് റാ ഷംസിയയിൽപ്പെട്ടതാണ്. റാ നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലേ. ഓക്കെ. അപ്പോൾ ഒരു വാക്ക് കണ്ടാൽ ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് നോക്കേണ്ടത് അല്ലേ. ആദ്യത്തെ അക്ഷരത്തിൻ്റെ മുമ്പിൽ അലിഫ്ലാം വരും. അപ്പോൾ അലിഫ്ലാമിൻ്റെ ലാം ഉച്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ ആ അക്ഷരം ഖമരിയാണ്, ഉച്ചരിക്കുന്നില്ലെങ്കിൽ ഷംസിയാണ്. ഇനി ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകളിൽ ഓരോ വാക്കും നമ്മൾ വായിച്ചു നോക്കണം. എന്നിട്ടോ ഹർഫുൻ ഖമരിയായ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് നമ്മൾ പച്ച നിറം കൊടുക്കണം. ഷംസിയായ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മഞ്ഞ നിറവും കൊടുക്കണം. ഓക്കെ. അതെങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതെങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇതൊക്കെയാണ് ഷംസിയായതും ഖമരിയായതുമായ അക്ഷരങ്ങൾ. ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ആദ്യം നമുക്ക് പച്ച നിറത്തിലുള്ള വാക്കുകളെല്ലാം വായിച്ചു നോക്കാം. അൽ ഖമറു. പച്ച നിറത്തിലുള്ളതൊക്കെ ഖമരിയായ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ്. അൽ ഖമറു എന്നതിലെ കാഫ്
കമരിയ അക്ഷരമാണ് അല്ലേ, അതുകൊണ്ടാണ് അൽ കമറു എന്ന് പറഞ്ഞത്. പിന്നെ അൽ കലമു, അതും അൽ എന്ന് പറഞ്ഞു, അതുകൊണ്ടത് കമരിയാണ്. അൽ മൗസു, അൽ എന്ന് പറഞ്ഞതുകൊണ്ട് കമരിയാണ്. പിന്നെ അൽ ഉദുനു, താഴോട്ട് പോട്ടെ, അൽ ഖിയാറു, അൽ ഖുറാബു. ഇനി അടുത്ത കോളത്തിൽ അൽ ജറാദു, അൽ കൽബു. മൂന്നാമത്തെ കോളത്തിൽ അൽ ബിർക്കത്തു, അൽ ഹദീഖത്തു. നാലാമത്തെ കോളത്തിൽ അൽ യദു, അൽ ഹിന്ദു, അൽ വർദത്തു, അൽ ഫനസു. അഞ്ചാമത്തെ കോളത്തിൽ അൽ അലമു. ഇത്രയും വാക്കുകളാണിതിൽ കമരിയായ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. ഇനി ശംസിയായ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ ഒറ്റയും ഇല്ല. രണ്ടാമത്തെ കോളത്തിൽ അസ്സമക്കു, സീന് ശംസിയ അക്ഷരമാണ്, അൽ എന്ന് പറഞ്ഞില്ല, അസ്സമക്കു എന്നാണ് പറഞ്ഞതല്ലേ. അടുത്തത് അല്ലഫ്ദഉ, പിന്നെ അസ്സറാഫത്തു, അസ്സൂസു. അടുത്ത കോളത്തിൽ മൂന്നാമത്തെ കോളത്തിൽ അത്തുഫാഹു, അശംസു, അല്ലക്കലക്കു, അദ്ദീക്കു. നാലാമത്തെ കോളത്തിൽ അന്നമിറു, അത്തൊബുലു. അഞ്ചാമത്തെ കോളത്തിൽ അറജുലു, അസുബാബു, അസൂമു, അല്ലബിയു. ഇങ്ങനെ അൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കമരിയ അക്ഷരമാണ്, അൽ എന്ന് പറയുന്നില്ല എങ്കിൽ ശംസിയായ അക്ഷരമാണ്. പഠിച്ചല്ലോ? ഓക്കെ. ഇനി അടുത്ത പേജിൽ എന്താണുള്ളത്? ഇവിടെ നമ്മൾ വായിച്ച വാക്കുകൾ ഇവിടെ എഴുതണം. ഈ പച്ചക്കോളത്തിൽ എഴുതേണ്ടത് കമരിയായ അക്ഷരങ്ങളൊക്കെ ഈ പച്ചക്കോളത്തിൽ എഴുതുക. അതായത് കമരിയായ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളൊക്കെ ഈ പച്ചക്കോളത്തിൽ എഴുതുക. പിന്നെയോ ഇതിൽ നിന്നും ശംസിയായ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളൊക്കെ ഈ മഞ്ഞക്കോളത്തിലും എഴുതുക. ഉദാഹരണമായിട്ട് ഇവിടെ അൽ കലമു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ നിന്നും നേരത്തെ നിറം കൊടുത്ത പച്ച നിറം കൊടുത്ത അൽ കമരിയായ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകളൊക്കെ ആ കോളത്തിൽ എഴുതണം. അൽ മൗസു, അൽ ഉദുനു, അൽ ഖിയാറു, അൽ ഖുറാബു. അങ്ങനെ കമരിയായ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകളൊക്കെ ഇതിലെഴുതുക. ബാക്കിയുള്ള അശംസു, അന്നമിറു, അറജുലു പോലുള്ള ശംസിയ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളൊക്കെ ഇവിടെയും എഴുതുക, ഈ മഞ്ഞക്കോളത്തിലും എഴുതുക. അതോടെ അത് കഴിഞ്ഞു. ഇനി അത് നിങ്ങൾ എഴുതണം. ഇവിടെ എന്താണുള്ളത്? നുമയ്യിസുൽ ഹുറൂഫൽ കമരിയത്ത വ ശംസിയത്ത. നമ്മൾ എന്ത് ചെയ്യണം? ഹുറൂഫുൽ കമരിയെയും ശംസിയെയും വേർതിരിച്ചെഴുതണം. ഇവിടെ രണ്ട് സൂര്യൻ അല്ലേ, പദസൂര്യൻ കാണാം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ അൽ എന്ന് ലാമിന് സുക്കൂൻ ഇട്ടുകൊണ്ട് അൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ചക്രത്തിൽ നമ്മൾ എഴുതേണ്ടത് കമരിയായ അക്ഷരങ്ങളൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. കാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ഇവിടെ എഴുതണം. 14 എണ്ണം ഉണ്ടാവും ടോട്ടൽ. ഇവിടെയോ? ഇവിടെ ലാമിന് സുക്കൂൻ ഇട്ടിട്ടില്ല. അള്ളാഹ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അള്ളാ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇത് ഇവിടെ എഴുതേണ്ടത് ശംസിയായ അക്ഷരങ്ങളാണ്. അപ്പോൾ ശംസിയായ അക്ഷരങ്ങൾ മുഴുവൻ ഇവിടെയും എഴുതുക. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇങ്ങനെ എഴുതാം. ഇതൊക്കെയാണ് അൽ ഹുറൂഫുൽ കമരിയ വൽ ഹുറൂഫ് ശംസിയ. നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതൊക്കെ അൽ ഹുറൂഫുൽ കമരിയ ആണ്. ഏതൊക്കെയാണ്? ഈ അലിഫ് മുതൽ വായിച്ച് നോക്കൂ. അലിഫ്, ബാ, ജീമ്, ഹാ, ഹാ, ഐന്, ഗൈന്, ഫാ, ഖാഫ്, കാഫ്, മീമ്, ഹാ, വാവ്, യാ. ഇത്രയും അക്ഷരങ്ങൾ അൽ ഹുറൂഫുൽ കമരിയ ആണ്. ഇനി ഇവയൊക്കെ അൽ ഹുറൂഫ് ശംസിയാണ്. ഇവിടെ താ മുതൽ വായിച്ച് നോക്കിക്കോ. താ, സാ, ദാല്, ദാല്, റാ, സായി, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ലാ, ലാമ്, നൂന്. ഇത്രയും അക്ഷരങ്ങൾ അൽ ഹുറൂഫ് ശംസിയാണ്. ഇതിൽ ലാമ് വേണമെങ്കിൽ രണ്ടിലും പെടുത്താം അല്ലേ. അല്ല, ഉദാഹരണത്തിന് ലബൻ എന്ന് പറയുകയാണെങ്കിൽ അൽ ലബനു. അത് അലിഫ് ലാമിൻ്റെയും ലാമാണ്, ഇതും ലാമാണ്. അപ്പോൾ ഒരേപോലെയാണത്. ഇനി അടുത്ത പേജിൽ നഖറോ എന്ന് കാണാം. നമുക്ക് വായിക്കാം. ഇവിടെ മറ്റൊരു കാര്യം കാണാം. ഷദ് കാണാം അല്ലേ. ഓരോ അക്ഷരത്തിൻ്റെയും മേലെയും
ഷദ് വന്നിരിക്കുന്നത് കാണാം. എന്തിനാണ് ഈ ഷദ്? സല്ലത്തുൻ, അങ്ങനെ കട്ടി കൂട്ടി പറയാൻ വേണ്ടിയാണ് ഷദ് ഇടുന്നത്. ഷദ്ദില്ലെങ്കിൽ സലത്തുൻ എന്ന് വായിക്കും, ഷദ്ദിട്ടാൽ സല്ലത്തുൻ എന്ന് വായിക്കും. അതേപോലെ ഷദ്ദുള്ള കുറേ അക്ഷരങ്ങളാണ് ഇവിടെ, കുറേ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത വാക്ക് മുഅല്ലിമുൻ, ലാമിന് ഷദ് വന്നല്ലേ, ലി. പിന്നെ ഉമ്മുൻ, മീമിന് ഷദ്. അശംസു, ഷീനിന് ഷദ് വന്നു. പിന്നെയോ ജന്നത്തുൻ, നൂനിന് ഷദ്. ബിത്തുയ്ഹുൻ, ത്വായിന്. ഖിത്തുൻ, ത്വാ. അറുമാനു, റാ. ബത്തത്തുൻ, ത്വായിന് ഷദ് വന്നു. മുദരിബുൻ, റായിന് ഷദ് വന്നു. ദുബുൻ, ബായിന് ഷദ് വന്നു. അസ്സഹറത്ത്, സായിന് ഷദ് വന്നു. ഇങ്ങനെ ഷദ് വന്ന അക്ഷരങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നുറാജിയുന്ന സവനഖ്താറു കലിമാത്തിൻ ഫിഹ ഷദ്ദുൻ, നമ്മുടെ പാഠഭാഗത്ത് ഷദ് വന്നിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ കണ്ടെത്തി ഇവിടെ എഴുതണം. പാഠഭാഗം നോക്കാം. അതിൽ ഷദ് വന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. എന്താണ് നമ്മുടെ പാഠം? ഇതിൽ ഷദ് എവിടെ? ഇതിലൊന്നും ഷദ്ദില്ല അല്ലേ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു ഷദ് കാണാം. ഹബ്ബത്ത് അല്ലേ, ഹബ്ബത്തിൽ ഷദ്ദുണ്ട്. അരീഹു, അവിടെയും ഷദ്ദുണ്ട്. പിന്നെയോ, പിന്നെ എവിടെ ഷദ്? ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഷദ്ദുണ്ടോ? ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. പിന്നെയോ, ഇവിടെയും ഷദ്ദില്ല അല്ലേ? ഷദ് എവിടെയാണുള്ളത്? ഇവിടെയും ഷദ്ദില്ല. ഓക്കെ, ഇത്രയുമാണ് ഷദ്ദുള്ള വാക്കുകൾ അവിടെ വന്നിരിക്കുന്നത്. ആ വാക്കുകൾ ഇവിടെ എഴുതുക. ഇവിടെ എഴുതുക. ഇവിടെ കുറേ ഡാഷ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത്രയധികമൊന്നുമില്ല. ഉള്ളത് ഇവിടെ എഴുതുക. പിന്നെ ഇവിടെ എന്താണ്? ത്വാ എന്നുള്ള അക്ഷരത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. ത്വാ നമുക്കറിയുന്ന അക്ഷരമാണല്ലേ. തുഫ്ലുൻ, വായിച്ചു നോക്കാം. തുഫ്ലുൻ, മത്വറുൻ, മുസ്തുൻ, ഖയ്യാത്തുൻ, ലുഫറുൻ, അൽമുൻ, ലഫ്ലുൻ, ഹുഫാലുൻ. ഇനി ത്വാ എങ്ങനെയൊക്കെ എഴുതാമെന്നല്ലേ. താ ആദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ, നടുവിൽ വരികയാണെങ്കിൽ ഇങ്ങനെ, അവസാനം വരികയാണെങ്കിൽ അങ്ങനെ. ഇനി ഇവിടെ ഇത് കൂട്ടി എഴുതാം. ലബിയുൻ എന്ന് കൂട്ടി എഴുതുക, ബത്തലുൻ എന്ന് കൂട്ടി എഴുതുക, ലഫ്ലുൻ എന്ന് കൂട്ടി എഴുതുക, ഷർത്തുൻ എന്നും കൂട്ടി എഴുതുക. ഇതോടെ 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 2ാമത്തെ പാഠം പഠിക്കാം.